ഹലോ, ഞാൻ ഷജീല ഹലീമ, ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആ പഴയ ഒരാളിൽ നിന്നും ഒരു പുതിയ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 10 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു, നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കി പോസിറ്റീവ് തോട്ട്സിലേക്ക് എങ്ങനെ വരാം എന്നുള്ളത് അല്ലേ. അതിന്റെ കുറച്ചും കൂടെ നമ്മൾ ആ ഒരു വ്യക്തിയെ, നമ്മളെന്ന് പറയുന്ന നെഗറ്റീവ് മാത്രം കൊണ്ട് നടക്കുന്ന നമ്മളെന്ന് പറയുന്ന ഒരു പഴയ ആളിനെ മാറ്റി ഒരു പുതിയ കിടിലൻ ആളാക്കി മാറ്റാനായിട്ട് 10 ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ആളായിട്ട് മാറാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഏറ്റവും പുതിയ ഒരാളായിട്ട്, ഒരു പീക്ക് പെർഫോമർ ആയിട്ട്, ഒരു പോസിറ്റീവ് മെന്റാലിറ്റി മാത്രമുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആയിട്ട് മാറ്റാനുള്ള 10 ടിപ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏർലി വേക്കപ്പ്, രാവിലെ എഴുന്നേൽക്കുക. അത് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും പേർക്ക്, മെജോറിറ്റി ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ഞാനും പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നെ പുഷ് ചെയ്ത് എഴുന്നേൽപ്പിക്കണമായിരുന്നു. അതായത് ഞാൻ ഈ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ടും എന്നെ പുഷ് ചെയ്യണം ആരെങ്കിലും. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറി കിടക്കും. അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരിക്കും നമ്മളൊരു നല്ലൊരു പെർഫോമർ ആയിട്ട് മാറണമെങ്കിൽ ഏർലി വേക്കപ്പ്, രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുക. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നിട്ടോ, അല്ല കേട്ടോ, നമുക്ക് പറ്റും. നമ്മൾ ആ രാവിലെ ഒന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന ശീലം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങത്തേ ഇല്ല. ആ സമയത്ത് ഇനി എത്ര തന്നെ നിങ്ങൾ തലേ ദിവസം ക്ഷീണമായിട്ട് വന്ന് കിടന്നാലും നിങ്ങൾ ആ ഏർലി വേക്കപ്പ്, ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ആ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യും ഉറപ്പായിട്ടും. അതൊരു പുതിയൊരു ഉണർവാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്, രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏർലി വേക്കപ്പ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നിട്ട്, നമുക്ക് പറ്റും ഉറപ്പായിട്ടും. ഞാനും നിങ്ങളെ പോലെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴപ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി. എനിക്ക് ക്ലാസ്സുകൾ ഉണ്ട്, ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അതിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ക്ലാസ്സിന്റെ ഒക്കെ ഡിസൈനിങ്ങും കാര്യങ്ങളും, പിന്നെ ക്ലാസ് എടുക്കണം. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ എത്രയോ പേരുടെ ലൈഫിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയതാണ്. എത്രയോ പേരുടെ ലൈഫ് നമ്മൾ ചേഞ്ച് ആക്കി എടുത്തു. അവരും എന്നെ പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നവരല്ലേ, അതുകൊണ്ടല്ലേ അവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ, നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നാൽ, നമുക്ക് മാറണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. നമുക്ക് രാവിലെ എഴുന്നേൽക്കാനും പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയോ, എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തേയില്ലായിരുന്നു. അതായത് നോ പറയാൻ പഠിക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാൻ ഭയങ്കര വിഷമാണ്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിലും ഞാൻ തലകുത്തി നിന്നിട്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ നോ പറയാൻ നമ്മൾ പഠിക്കുക. നമ്മൾ ഈ നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ എന്താ കാര്യം എന്നറിയോ, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെടുത്ത് തലയിൽ വെക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? നോ പറയാനുള്ളടത്ത് നമ്മളെ നോ പറയാൻ തന്നെ ശീലിക്കുക. ഈ നോ പറഞ്ഞാൽ, യെസ് പറഞ്ഞാലുള്ള സംഭവം എന്താ, യെസ് പറഞ്ഞാൽ ഈസിയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും, അവൾ എന്ത് പറഞ്ഞാലും അവൾ ചെയ്യും എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. നോ പറഞ്ഞാൽ നമ്മളെ ആർക്കും ഇഷ്ടമില്ല. അവള് ഞാൻ പറഞ്ഞിട്ടൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, അവള് ചെയ്യത്തൊന്നുമില്ല, അവള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമില്ല. അങ്ങനെ പലരും നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും അല്ലേ. പക്ഷെ ഇനിഷ്യലി ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നോ പറയാനായിട്ട്, നിങ്ങൾക്കറിയോ. പക്ഷെ നമ്മൾ ആ നോ പറയുന്നത് ഒരു പ്രാക്ടീസ് ആക്കി എടുത്താൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ കേട്ടോ, എല്ലാ കാര്യമല്ല ഞാൻ പറയുന്നത്, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടുന്നതെന്നറിയോ. കാരണം മനസ്സിൽ നിന്ന് എന്തോ ഒരു വലിയ, മറ്റേത് നമ്മൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ എത്താമെന്ന് പറഞ്ഞാൽ എത്തണ്ടേ. ആ യെസ് പറയുമ്പോൾ നമ്മൾ അവിടെ കമ്മിറ്റഡ് ആയി, നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് അവിടെ സ്ട്രെസ് ഇല്ല. മനസ്സിലായോ? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എടുത്ത് തലയിൽ വെക്കണ്ട. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ യെസ് പറഞ്ഞ് നമ്മൾ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുക. കാരണം നമ്മൾ ഈ പ്രാധാന്യമല്ലാത്ത, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. മനസ്സിലായോ? നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സമയം കിട്ടും. ഈ നമ്മൾ ഇങ്ങനെ നോ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും യെസ് പറഞ്ഞ് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിന്നാല് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട സമയത്ത് നോ പറയാൻ തന്നെ നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഈ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. ആ ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ബെസ്റ്റ് ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുന്നത് എപ്പോഴെന്നറിയോ? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയും, ജീവിതത്തില് ഒരു സക്സസ് ഉണ്ടാവുന്നത് എപ്പോഴെന്നറിയോ? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയും, ആ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻ സക്സസ് ചെയ്യുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളിനെ ജീവിതത്തില് സക്സസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുക, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്യുവാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് സക്സസ് കിട്ടുവാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്, സക്സസ് നമ്മളെ തേടി വരുന്നത്. അങ്ങനെയാണ് നമുക്ക് സക്സസിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം, നമ്മളൊരു ആക്ഷൻ ടേക്കർ ആകണം, നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകണം, നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ എന്ന് വെച്ചാൽ എന്താണ്? പേടി. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് ഇനിഷ്യലി ഒരു പേടി ഉണ്ടാവും അല്ലെ? നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവില്ലേ? അപ്പൊ നമുക്ക് എന്താണെങ്കിലും പേടി ഉണ്ടാവും, ഇത് സക്സസ് ആവോ, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, സ്വിമ്മിങ്ങിന് പോകുന്ന ഒരാൾ, വെള്ളം കണ്ടാൽ തന്നെ പേടിയുള്ള ആളാണ് അയാളെന്ന് വിചാരിച്ചു. അയാൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അയാൾക്ക് എന്തോ ഒരു പേടിയായിരിക്കും. പക്ഷെ അയാൾ അങ്ങനെ പേടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അയാള് സർവ്വധൈര്യവും സംഭരിച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അയാൾക്ക് ആ ഫിയർ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അതായത് പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പം ആള് കരയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് നീന്തൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആള് വെള്ളത്തിൽ ഇറങ്ങണം, വെള്ളത്തിൽ കൈകാലിട്ടടിക്കുകയോ, വെള്ളം ചിലപ്പോൾ കുടിച്ചെന്നിരിക്കും, പിന്നെയും കയറിയിട്ട് പിന്നെയും അയാൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ പ്രാക്ടീസ്, ത്രൂ പ്രാക്ടീസിൽ കൂടിയാണ് നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അപ്പം എന്താ വേണ്ടത്? നമുക്ക് പ്രാക്ടീസ്. അതായത് എന്ത് പേടിയുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ശീലമായി മാറിക്കൊള്ളും. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യത്തിലും നമുക്ക് ഒരു വിജയം കൊണ്ടുവരാൻ പറ്റാതെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ്. മനസ്സിലായോ? നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് കൊണ്ടുവരാൻ പറ്റാത്തത്. അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കുക, നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവുക, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ഞാൻ അതിന് കേപ്പബിൾ ആണ്, എനിക്കത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദാറ്റ് എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ശരിക്കും ആ ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എന്തും ചിന്തിച്ച് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ മതി. പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് നമ്മളെ കൊണ്ട് അത് കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ അതിന് ഇറങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ ആ പലതും ചിന്തിച്ച് ഉറപ്പിച്ച് ഇറങ്ങുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, നമുക്കതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ആ കോൺഫിഡൻസ് നമ്മളിൽ തന്നെ വളർത്തിയെടുക്കുകയും വേണം. പിന്നെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. പിന്നെ നിങ്ങൾ ആ ഒരു സക്സസുമായിട്ടേ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടുള്ളൂ. അത്രയ്ക്ക് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് വേണം നിങ്ങൾ ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാനുള്ളത്. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുക. എന്താ ഈ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്? മിക്കവാറും ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അവര് പാസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിനകത്തുനിന്ന് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും കിട്ടിയിട്ട് അതും ആലോചിച്ച് അതും വിചാരിച്ചും കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പാസ്റ്റിൽ അവർ ഭയങ്കര റിച്ച് ആയിരുന്നിരിക്കാം, പാസ്റ്റിൽ അവർ ഒരുപാട് നേടിയവരായിരിക്കാം, പക്ഷെ പ്രസന്റിൽ അവർക്കൊന്നും ഇല്ലായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ പാസ്റ്റിലെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളെ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ? കഴിഞ്ഞുപോയ ടൈം നമുക്ക് വല്ലതും തിരിച്ചു കിട്ടോ? ഒരിക്കലും ഇല്ല. നമ്മുടെ പോയത് പോയി. പക്ഷെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും
ചിന്തിച്ചിരിക്കാതെ നമ്മൾ പ്രസന്റ് ടൈമിൽ ജീവിക്കുക. അറ്റ് ദ മൊമെന്റിൽ നമ്മൾ ജീവിക്കുക. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. കഴിഞ്ഞു പോയത് അങ്ങ് പൊക്കോട്ടെ. അത് കഴിഞ്ഞു പോയതിനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ നമ്മുടെ ഗോളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ അതിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ സമയം വേസ്റ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. വേറെ ആർക്കാണ് നഷ്ടം ഉണ്ടാവുക, അല്ലെ? പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇടിച്ചു താഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളോട് തന്നെ പറയും, നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നീ എന്തേ കാണിക്കുന്നത്, നിനക്കിതൊന്നും പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്തും. വേറെ ആരും വന്നല്ല നമ്മളെ ഇടിച്ചു താഴ്ത്തുന്നത്, നമ്മൾ തന്നെ നമ്മളെ ഇടിച്ചു താഴ്ത്തും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും സെൽഫ് റെസ്പെക്ട് കൊടുക്കുക. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാവുക. നമ്മൾ എപ്പോഴും നമ്മളെ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. നിന്നെ കൊണ്ട് കഴിയും. നമ്മൾ ഡെയിലി മിറർ പ്രാക്ടീസിങ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലാസ്സിലും ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് അത് കഴിയും, നിന്നെ കൊണ്ട് അത് കഴിയും, യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻസ് എപ്പോഴും നമുക്ക് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു പുതിയൊരു എനർജി ഉണ്ടാവും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്താണെങ്കിലും ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും, എനിക്കതിന് കഴിയും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ്. അതായത് നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്താതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ഉയർന്നു വരാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് തന്നെ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയിലും നമ്മളെ തന്നെ വിശ്വസിക്കുക. മനസ്സിലായോ? എന്ത് ജോലി നിങ്ങൾ ചെയ്താലും അതിൽ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഒരു ബെസ്റ്റ് ആകാൻ പറ്റും. യു ആർ ദ ബെസ്റ്റ് ഇൻ ദാറ്റ് വർക്ക് എന്നുള്ള ആ ഒരു തത്വം നിങ്ങൾ ഉള്ളിൽ വെക്കുക. നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ പറയുക, ഞാനൊരു വിന്നറാണ്, എന്റെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ കേപ്പബിൾ ആണ്, എനിക്കത് എടുക്കാനുള്ള കഴിവുണ്ട്, ഐ ആം എ വിന്നർ. അങ്ങനെ നമ്മളെ തന്നെ എപ്പോഴും എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്താതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ ആൾക്കാരും സക്സസ്ഫുൾ ആകാത്ത ആൾക്കാർ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വൈകുന്നേരം ആവുന്നു, വന്ന് കിടക്കുന്നു, ഉറങ്ങുന്നു, പിറ്റേന്നും അത് തന്നെയാണ് റൊട്ടീൻ. അങ്ങനെ പാടില്ല. നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നാളത്തെ ദിവസം ചെയ്യാനുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാക്കുക. മനസ്സിലായോ? ഇന്ന് തന്നെ നമ്മൾ നാളെ എന്തൊക്കെയാ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. ആ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും. നമുക്കത് ചെയ്യണം എന്നുള്ള അത് നമുക്ക് നമ്മുടെ സക്സസിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് ചെറിയ ചെറിയ മൈക്രോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴാണ് അത് വലിയ സക്സസിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു റൊട്ടീൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് ദിവസങ്ങൾ ഇങ്ങനെ തള്ളിക്കളഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാറി ചിന്തിക്കണം. നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു പുതിയ പേഴ്സൺ ആയിട്ട് നമ്മൾ മാറുവാണ്. ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ആ ഇടയ്ക്ക് ആ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കണം, ഇനി എന്തൊക്കെ ഇതിനകത്ത് പെൻഡിങ് ഉള്ളത്. എന്നിട്ട് രാത്രി തന്നെ അടുത്ത ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ഏതെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നാളത്തെ പ്രയോറിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ ഈസി ആയിട്ട് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വിഷൻ ഒരു എയിം ഉണ്ടായിരിക്കണം. നാളെ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവണം. അത് നമ്മൾ എഴുതി തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പൊ 2025 2026 ഈ ദിവസം, ഇന്നത്തെ ദിവസം ഞാൻ എന്തായിരിക്കണം എന്നുള്ളതിന് എനിക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാവണം. അതായത് നമ്മുടെ എയിം, നമ്മുടെ വിഷൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ, ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ ആ വിഷനിലേക്ക് എത്താനായിട്ട് അപ്പൊ നമ്മൾ ഓരോ ദിവസവും ടു ഡു ലിസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ആ ടു ഡു ലിസ്റ്റിൽ എന്താണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ ഇന്നേ തുടങ്ങണം. ആ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇന്നേ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ സക്സസിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ എനിക്കൊരു കാര്യം നേടാനുണ്ട്, എന്നാൽ ആ കാര്യത്തിലേക്ക് എത്താനായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ എഴുതി ഉണ്ടാക്കുക. നാളെ തൊട്ടിട്ട് നമുക്ക് തുടങ്ങണം എന്നുള്ള ആ ഒരു വാശി നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ആ വിഷൻ നമ്മൾ അവിടെ എഴുതി വെക്കുക. നമ്മൾ എഴുതി വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാടിയും കരഞ്ഞും പറഞ്ഞും ജീവിതം തള്ളി നീക്കിയാലും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചേഞ്ച് ആകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ ടിപ്പും ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്,
പറയുന്നത് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ കൊളീഗ്സിലാകാം, നമ്മുടെ ഫ്രണ്ട്സിലാകാം, നമ്മുടെ നൈബേഴ്സ് ആകാം, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്താ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നുമുള്ള സഹവാസം മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമുക്കറിയാൻ പറ്റും നമ്മുടെ നന്മയെ പ്രതീക്ഷിച്ചു വരുന്നവര്, അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം നമുക്ക് മനസ്സിലാവും. ഈ ചിലപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പം നമ്മുടെ കുടുംബത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകും, നമ്മുടെ നൈബേഴ്സിൽ ഉണ്ടാകും. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള സഹവാസം നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ? ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അവർ പറയും, ഓ അത് ശരിയാവും തോന്നണില്ല കേട്ടോ, ഞാൻ ഇതുകൊണ്ട് പറയാണ് കേട്ടോ, നിനക്കൊന്നും തോന്നണ്ട, അത് ശരിയാവും തോന്നണില്ല, നീ അതിലേക്ക് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ അവർ പറയും, അത് അത് ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതിനൊക്കെ വേറെ വേറെ ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് നമ്മളെ പോലുള്ളവർക്കൊന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഒരുപാട് പൈസയൊക്കെ ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോഴേ ഒരുപാട് പൈസയൊക്കെ ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് ക്യാഷ് കൊടുത്താലൊക്കെ ആൾക്കാർ മേടിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയാനാ, അതിന് വലിയ വലിയ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വേണം. ഇങ്ങനെ നമുക്കറിയാൻ പറ്റും ഒരുവിധപ്പെട്ട ഒരു അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് മാക്സിമം സഹവാസം നമ്മൾ ഒഴിവാക്കുക. അവര് പാടെ അങ്ങ് മിണ്ടാതിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അപ്പൊ ഈ 10 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. ഞാനും അതിലേക്കുള്ള പാതയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ സഞ്ചരിക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും 100%. യു ആർ ദ ബെസ്റ്റ്. താങ്ക് യു.